Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണ കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാടത്തൊക്കെ അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതല വാഴെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in you. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ബാല്യകാലത്തെക്കുറിച്ചും വളർന്നു വന്ന സാഹചര്യത്തെയൊക്കെ ഓർത്ത് നന്ദിയോടെ ഓർക്കാറുണ്ട്. പലപ്പോഴും കഴിഞ്ഞുപോയ യൗവനം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും കഴിഞ്ഞുപോയ യൗവനം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ജീസസ് ഇറ്റേണലി യങ്. അതായത് നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഈശോ. എല്ലാ യുവാക്കളുടെയും ഒരു മാതൃക, എല്ലാ യുവജനങ്ങളുടെയും മാതൃക. ജീസസ് ഇറ്റേണലി യങ്, നിത്യ യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഈശോ. തൻ്റെ യൗവന കാലഘട്ടം ആഘോഷിച്ച് കടന്നുപോയ ഒരു വ്യക്തി. തൻ്റെ ജീവിതത്തിൻ്റെ ആരോഹണങ്ങളിലും അവരോഹണങ്ങളിലും പതറാതെ തളരാതെ മുന്നോട്ടു പോയ ഒരു യുവാവ്. ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യനിഷ്ഠയോടെ ആത്മാർത്ഥതയോടെ ചെയ്ത് കടന്നുപോയ ഒരു യുവാവ്. ജീവിതത്തിൽ വിജയിച്ച ഒരു യുവാവ് ഈശോ. എല്ലാ യുവജനങ്ങളുടെയും പ്രചോദനമായ ഈശോ. ജീസസ് ഇറ്റേണലി യങ്. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുക ഇരിഞ്ഞാലക്കുട രൂപതയിൽ നിന്നുള്ള CLC യുവജനങ്ങളാണ്. എല്ലാ യുവജനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. Christ in you. ഇസ്രായേലിൻ നാഥനായി വാഴുമേഘദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഭക്തനായി ഭൂമിയിൽ പിറന്ന സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേയും തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേയും തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്കു മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവ പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങേയും തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ. Christ in you. സർവശക്തനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് എല്ലാ യോജനകളെയും അങ്ങ് അടുപ്പിക്കണമേ. അങ്ങയുടെ കൃപാകടാക്ഷത്താൽ എല്ലാ യോജനകളും അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ എല്ലാ യോജനകളെയും അങ്ങ് നന്മയുടെ പാതയിലേക്ക് നയിക്കണമേ. അങ്ങയുടെ വചനം എല്ലാ യോജനകൾക്കും പുതിയൊരു വഴിത്തെളിവായി മാറട്ടെ. നമുക്ക് ഇന്ന് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ക്രൂശിതനെ കുറിച്ചുള്ള സന്ദേശം. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനമല്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിൻ്റെ നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനവുമല്ല. രഹസ്യവും നിഗൂഢവുമായ ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഈ ലോകത്തിൻ്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ കുരിശിൽ തറയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. തന്നിമിത്തം തങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല. ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകിയാൽ അവ ഗ്രഹിക്കുവാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു.
നാം വചനത്തിൽ ശ്രവിച്ചതുപോലെ നമ്മൾ എല്ലാം തികഞ്ഞവരല്ല. നമുക്ക് ഏതാനും കുറവുകളുണ്ട്. ആ കുറവുകൾ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് മറികടക്കാം. ലോകത്തിൻ്റെ വിജ്ഞാനമല്ല, ദൈവിക വിജ്ഞാനമാണ് നമ്മളിൽ നിലനിൽക്കേണ്ടത്. അങ്ങനെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ഈ നോമ്പുകാലം നമുക്ക് ഏറ്റവും ഭയഭക്തിയോടെ പങ്കുചേരാം. അവിടുത്തെ കുരിശിന് കീഴിൽ നമുക്ക് അഭയം പ്രാപിക്കാം. അങ്ങനെ ഒരു നല്ല ജീവിതത്തിലൂടെ നമുക്ക് മുന്നേറാം. നമുക്ക് വേണ്ടി ക്രൂശിതനായവനെ നമുക്ക് പാടി സ്തുതിക്കാം. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളിലേറി അന്നു ജീവനേകുവാനായി എന്നു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായി എന്നു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനേ നീ എൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ. കുരിശുമായി നാഥൻ മലമുകളിലേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളിലേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി കുരിശുമായി നാഥൻ മലമുകളിലേറി മനസ്സറകളിൽ എന്നും വാഴുവാനായി. നമ്മുടെ തമ്പുരാനെ നമുക്ക് പല രീതിയിൽ സാക്ഷ്യം നൽകാം ഈ ലോകത്തിന് മുമ്പിൽ. അതിൽ ഏറ്റവും വലിയ സാക്ഷ്യം നമ്മുടെ ജീവിത സാക്ഷ്യമാണ്. ക്രിസ്തുവിനെ എങ്ങനെ നമ്മൾ ഈ ലോകത്തിന് മുമ്പിൽ ജീവിച്ച് കാണിക്കുന്നു. താൻ അനുഭവിച്ച ക്രിസ്തുവിനെ, താൻ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പങ്കുവെക്കുവാൻ ഇന്ന് വന്നിരിക്കുക ഇന്നത്തെ യൂത്ത് ഐക്കൺ നമ്മുടെ പ്രിയപ്പെട്ട മെൽബിനാണ്. മെൽബിനെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മെൽബിൻ. ഞാൻ തെക്കൻ താണശ്ശേരി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ രൂപത CLCയിലെ എക്സിക്യൂട്ടീവ് അംഗത്തിൽ ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ നിന്നുള്ളൊരു അനുഭവമാണ് ആദ്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരു 8ാം ക്ലാസ്സൊക്കെ മുതലായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. ഞാനും എൻ്റെ അപ്പച്ചനും എല്ലാം പള്ളിയിൽ പോകുന്ന ഒരു പതിവ് ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ ഡിഗ്രി കാലഘട്ടമായ സമയത്ത് എൻ്റെ ചേട്ടൻ പുറത്താണ്, വീട്ടിൽ ഞാനും എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഒരു ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പെട്ടെന്ന് എൻ്റെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വേഗം വാ, അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അമ്മച്ചിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. അമ്മ ആകെ കൈയും കാലൊക്കെ ഇട്ട് അടിക്കുന്നു, ആകെ വയർത്തൊലിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടില്ല, ശ്വാസം മുട്ടുന്നു ആൾക്ക്. അങ്ങനെ ഒരു അറ്റാക്ക് വന്നതാണ് ആൾക്ക്. അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആൾക്ക് ഒരു വാക്ക് മിണ്ടാൻ പറ്റുന്നില്ലായിരുന്നു. അത് ആ സമയത്ത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും പപ്പയും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും അതുപോലെ തന്നെ ആൾക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ വേഗം എല്ലാ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനും സാധിച്ചു. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്,
ഒരു അരമണിക്കൂർ കൂടി വൈകിട്ട് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വൈകിട്ടാണ് എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായതെങ്കിൽ ചിലപ്പോൾ ഞാൻ അന്ന് കേൾക്കേണ്ടി വരെ ഒരു വലിയ ദുഃഖവാർത്തയായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംസാരിക്കാൻ പോലും ആ സമയത്ത് പെട്ടെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരാളെ വിളിക്കാനോ സഹായത്തിനോ ഒന്നിനും പറ്റുന്നില്ല. ഞാനും പപ്പയും പള്ളിയിൽ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ എൻ്റെ അമ്മേനെ ചിലപ്പോൾ ഇത് നഷ്ടമായേനെ. ദൈവത്തിൻ്റെ വലിയൊരു കരുതലായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് അനുഭവപ്പെട്ടത്. ഇതുപോലെ തന്നെ ഏതൊരു സാഹചര്യം വരുമ്പോഴും പെട്ടെന്ന് എന്നോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ 2 വാക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു റെമഡി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മേനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ പറയും. ഞാൻ ആ സമയം കൊണ്ട് ഇപ്പം 5 മിനിറ്റ് എനിക്ക് ഒരുങ്ങാൻ സമയം തരാണെങ്കിൽ ആ 5 മിനിറ്റും ഞാൻ നന്മ നിറഞ്ഞ പറയുമാണ് എത്തിക്കുക. ആ സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കാര്യം എന്നിലൂടെ ദൈവം നടത്തി തരും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മേനെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കാനായിട്ട് എന്നെ സഹായിച്ചത് CLC തന്നെയാണ്. CLCയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയം വഴി ക്രിസ്തുവിലേക്ക് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ വഴി നമുക്ക് എന്ത് കാര്യവും എളുപ്പത്തിൽ ഈശോയുടെ അടുത്ത് ചോദിച്ച് സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമ്മളതിനെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. ഈശോയോട് ചെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം ഈശോയ്ക്ക് തട്ടി കളയാൻ പറ്റില്ല. നമ്മളായാലും നമ്മുടെ വീടുകളിലൊക്കെ അപ്പച്ചനോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം ഓടിച്ചെന്ന് അമ്മേനോട് സംസാരിച്ച് അമ്മ വഴിയാണ് അത് അപ്പച്ചനോട് പറഞ്ഞ് കാര്യം നേടാറ്. അതേ ഒരു ട്രിക്ക് തന്നെ അല്ലെങ്കിൽ അതേ ഒരു റെമഡി തന്നെയാണ് ഞാനും എൻ്റെ ജീവിതത്തിൽ യൂസ് ചെയ്യാറ്. ഞാൻ ആദ്യം പരിശുദ്ധ അമ്മേനോട് പറഞ്ഞ് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം ഈശോ തട്ടിക്കളയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതൊരു സാഹചര്യത്തിലായാലും എപ്പോഴും പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കാനായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു കാര്യം കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ അടുത്ത് ഞാൻ അനുഭവിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ CLCയിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ CLCയിൽ എന്താ ആഘോഷങ്ങൾ, ഈ അടുത്ത് നടക്കുന്ന എന്താ ആഘോഷം, ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്ത് ആഘോഷങ്ങളായാലും CLC ഡേ ആയാലും എല്ലാം ഇപ്പോൾ ജോഷിയേച്ചി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അങ്ങനെ ആഘോഷിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലാണ്. അവിടെ ചെന്ന് ഞാനിപ്പോൾ വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ പാടും. അപ്പോൾ ഒരു വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ നിന്ന് പാടി അവരുടെ റെസ്പോൺസ് കിട്ടുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ആ ഒരു അമ്മമാരുടെ അല്ലെങ്കിൽ അപ്പച്ചന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്ന് പാടി അവർ നല്ലതാന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ മുമ്പിൽ ചെന്ന് അവരെ ഒരു നിമിഷം ഒരുപാട് സങ്കടത്തിൽ, നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തികൾ ആ ഒരു നിമിഷം നമ്മുടെ ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വർത്താനം കേട്ട് നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ട് ഒരുപാട് സന്തോഷത്തിലേക്ക് വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഈശോയുടെ ഒരു വചനമാണ്, നിങ്ങൾ ഈ ഒരു ചെറിയവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന്. അപ്പോൾ അവരിലൂടെ ഈശോയാണ് സന്തോഷിച്ചത്, അല്ലെങ്കിൽ അവരിലൂടെ ഈശോയാണ് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചത് എന്നുള്ളൊരു സന്തോഷവും കൂടി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, എന്ത് കാര്യമുണ്ടെങ്കിലും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്താലും അത് ദൈവത്തിനാണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടി ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരിലെ ദൈവത്തിൻ്റെ മുഖം കാണാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യു. മെൽവിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ ശ്രവിച്ചത് വളരെ ശക്തിയേറിയ ഒരു സാക്ഷ്യമാണ്. മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് ഒത്തിരി പ്രചോദനം നൽകുന്നുണ്ട്. മാതാവിൻ്റെ കരം പിടിച്ച് ഈശോയിലേക്ക്. ഈശോ കുരിശിൻ ചുവട്ടിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഈശോയ്ക്ക് തണലായി കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈശോയോടൊപ്പം മനസ്സ് നീറി കുരിശിൻ്റെ വഴി നടന്നു നീങ്ങിയത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഇന്ന് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കെല്ലാവർക്കും യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് എല്ലാ യുവജനങ്ങളെയും സംരക്ഷിക്കണമേ. പരിശുദ്ധ അമ്മയെ വഴി ഈശോയിലേക്ക് അവരെത്തിച്ചേരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന്
ഈശോയെ സ്തുതിക്കാം. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ ഈശോയെ ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥയായി തന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് ഒരു സംരക്ഷകയായി തന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ നീല കാർപ്പയ്ക്കുള്ളിൽ എല്ലാ യുവജനങ്ങളെയും സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ പരിത്യാഗത്തിന്റെ വഴിയിലൂടെ നീങ്ങുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളിലും അവരുടെ എല്ലാ വേദനകളിലും ഈ മാതാവിന്റെ കരം പിടിച്ച് ഈശോയെ അങ്ങിൽ അഭയം തേടുവാൻ, അങ്ങയുടെ കുരിശിൽ അഭയം തേടാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഹല്ലേലൂയ. Christ in you. നോമ്പിന്റെ ചൈതന്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂടുതൽ എങ്ങനെ നോമ്പിന്റെ കൃപയിലേക്ക് കടന്നു വരണം, എങ്ങനെ കൂടുതൽ ഫലപ്രദമായി നോമ്പിന്റെ കാലഘട്ടം ജീവിക്കാം എന്ന് പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ ഇടയിലേക്ക് എത്തിയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ജോഷി കല്ലേലി അച്ഛനാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ CLCയുടെ ഡയറക്ടർ. അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നെ വിശേഷമൊക്കെ സുഖമായിരിക്കണോ? സുഖം. CLCയുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ടല്ലേ? നന്നായി പോണു. അതെ. ഈ ഒരു നോമ്പ് കാലത്തിൻ്റെ ചിന്തയായിട്ട് എനിക്ക് പങ്കുവയ്ക്കാൻ തോന്നിയത് ഈ ഒരു സന്തോഷം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം. ഒരു പക്ഷേ ചില യുവാക്കൾ അങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊരു വലിയ തടസ്സം തോന്നുന്നു, എന്തൊരു ബ്ലോക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് ചെറിയൊരു ഉദാഹരണം പറയാറുള്ളത്, നമ്മൾ ഈ ഷവർ കണ്ടിട്ടുണ്ടാവും അല്ലേ, വെള്ളം നമ്മൾ അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ ഇത്തിരി കുറയും. പക്ഷേ അതിൻ്റെ കരടുകൾ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടത് ഷവർ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണും. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ചില യുവാക്കൾ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തോ തടസ്സമൊക്കെ ഉണ്ട് എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ബ്ലോക്കുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ ബ്ലോക്കുകൾ എന്താണെന്ന് കണ്ടെത്തി അത് മാറ്റാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ കുറേയും കൂടി ഭംഗിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അതുപോലെ തന്നെ ധാരാളം ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ യുവജന പ്രവർത്തനങ്ങൾ വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം ഈ അനുരഞ്ജനം എന്നുള്ള ഒരു ചിന്തയാണ്. അനുരഞ്ജനപ്പെടുക. നമ്മൾ ആരോടൊക്കെയാണ്, വളരെ പെട്ടെന്ന് നമുക്കത് ചിന്തിക്കാം, അനുരഞ്ജനപ്പെടേണ്ടത് ആരോടൊക്കെയാണ്? യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളോട് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിയോട് തന്നെ അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചില യുവാക്കൾക്ക് ചിലപ്പോൾ മാതാപിതാക്കളോട് പ്രത്യേക ദേഷ്യം തോന്നാറുണ്ട്. അതുപോലെ തന്നെ വികാരിച്ചന്മാരോട് പ്രത്യേകമായിട്ടുള്ള ദേഷ്യം തോന്നാറുണ്ട്. അധികാരികളോട് പ്രത്യേകമായിട്ടുള്ള ദേഷ്യം. അപ്പോൾ അവരുടെ ഒരു മറ്റുള്ളവരെ എതിർക്കുക, അധികാരികളെ അല്ലെങ്കിൽ മുതിർന്നവരെ, അല്ലെങ്കിൽ എപ്പോഴും ചിലപ്പോൾ യുവജനങ്ങൾ തന്നെയല്ല, പലരും ഉണ്ട് ചെറുപ്പത്തിൽ മുതൽ ആ ഒരു നമ്മുടെ അധികാരത്തെ അവരെ എതിർക്കുക, ഒരു റിബല്യൻ നേച്ചർ ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു അനുരഞ്ജനം അവരിൽ സംഭവിക്കാത്തതിൻ്റെ പേരിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ടും നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുടെ ഒഴുക്ക് നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്കറിയാം, ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സക്കേവുസിൻ്റെ ഉപമ നമ്മൾ കാണുന്നുണ്ട്. അതായത് സിക്കുമൂർ മരത്തിൽ കയറിയിരിക്കുന്നു, ഈശോ അവിടേക്ക് കടന്നു ചെല്ലുന്നു. അപ്പോൾ ഈശോ അവനെ ക്ഷണിക്കുന്നു, നീ താഴോട്ട് ഇറങ്ങി വരിക എന്ന് പറയുന്നു. അപ്പോൾ അവൻ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കണ്ണിൽ നോക്കി നിൽക്കുകയാണ് അല്ലേ? അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് കഴിയുമ്പോൾ സക്കേവുസിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട്. അദ്ദേഹം പലരുടെയും പണം വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, അന്യായമായിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ മുഖാഭിമുഖം നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവമായിട്ടുള്ളൊരു അനുരഞ്ജനം നമ്മിൽ സംഭവിക്കണം. അപ്പോൾ തന്നെ അവനൊരു തീരുമാനം എടുക്കുകയാണ്, ഞാനെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മളിലുള്ള ഈ ഒരു റിബല്യൻ നേച്ചർ, അതല്ലെങ്കിൽ എല്ലാത്തിനെയും എതിർക്കാനുള്ള, ദൈവത്തെ ആശ്രയിക്കാത്തത് കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാത്തതൊക്കെ കൊണ്ടുള്ള ഒരു പ്രതിസന്ധിയാണ്.
പെട്ടെന്ന് അവൻ തന്നെ വീട്ടിലേക്ക് പോയി. അവൻ വളരെയധികം മാറുകയാണ്. അപ്പോൾ ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തോട് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ അനുരഞ്ജനം എന്താണെന്ന് പറഞ്ഞത് ഏതാണ്? സഹോദരങ്ങളുമായിട്ടുള്ള അനുരഞ്ജനം അല്ലേ? നമ്മോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ബലിയർപ്പിക്കാൻ പോകുമ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അനുരഞ്ജിതരായിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കണം അല്ലേ? കാഴ്ചവസ്തു അവിടെ വെച്ചിട്ട് അവിടെ പോയിട്ട് അവരുമായിട്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് ബലിയർപ്പിക്കണം. അപ്പോൾ നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ ഭാരം കൂടി താങ്ങിയിട്ടാണ് നമ്മൾ ബലിയർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ അനുരഞ്ജനം നമുക്ക് സാധ്യമാകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുമായിട്ട് അനുരഞ്ജനപ്പെടേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുമ്പസാരത്തിലൂടെ ഈ അനുരഞ്ജനം നമുക്ക് സംഭവിക്കണം. ഈ ഒരു അനുരഞ്ജനത്തിൻ്റെ രണ്ടാം ഭാഗം ഇതാണ്: സഹോദരങ്ങളോട് മറ്റുള്ളവരോടൊക്കെ അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഭാഗം എന്നാണ് നമ്മോട് തന്നെ അനുരഞ്ജനപ്പെടുക. നമ്മൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തികളാണ് അല്ലേ? അപ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മോട് എന്തെങ്കിലും ഭംഗി കുറവുണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് കഴിവ് കുറവുണ്ടെന്നോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നത് ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു വഞ്ചനയോ അല്ലെങ്കിൽ ഒരു തെറ്റാണ് അല്ലേ? ദൈവത്തിൻ്റെ ഒരു പരിപൂർണ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിൻ്റെ ഭാവനയിലുള്ള പരിപൂർണമായ ഏറ്റവും മഹത്തരമായ ഒരു സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ധിക്കരിക്കുകയാണ്. ഈ സൃഷ്ടിയെ നമ്മൾ തന്നെ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിപൂർണതയെ നമ്മൾ ധിക്കരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ തന്നെ ധിക്കരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് എപ്പോഴും നന്ദി പറയണം, കൃതജ്ഞത അർപ്പിക്കണം. ഏത്? നമ്മുടെ ഈ ഒരു ജീവിതവും നമ്മുടെ കഴിവുകളും കഴിവ് കുറവുകളും ഒക്കെ ഓർത്തുകൊണ്ട് എപ്പോഴും ദൈവത്തിന് നന്ദി പറയാം. നാലാമത്തെ ഭാഗം എന്താണ്? അനുരഞ്ജനപ്പെടേണ്ടത് പ്രകൃതിയോട് നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള അനുരഞ്ജനങ്ങൾ ഇനി സാധ്യമാകേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപൂർണമായ ഒരു സന്തോഷം, ദൈവികമായ സന്തോഷം നമ്മുടെ ജീവിതത്തിന് അനുഭവിക്കാനുള്ള തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഈ നോമ്പ് കാലഘട്ടം ഏറ്റവും പുണ്യപൂർണതയുള്ള നന്മയുള്ള അനുരഞ്ജനത്തിൻ്റെ നല്ല ദിനങ്ങളായി തീരുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും കൃപകളും ഒക്കെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നന്ദി. Christ in youth. അനുരഞ്ജനം, പശ്ചാത്താപം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയപ്പെട്ട് ജീവിക്കുക എന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. ദൈവം ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം അനുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി ജീവിക്കാനുള്ളതാണ്. കാരണം നമ്മൾ നിസാരരാണ്, ദൈവത്തിന് മുമ്പിൽ വെറും നിസാരർ. പ്രിയമുള്ളവരെ, ഈ നോമ്പിൻ്റെ ചൈതന്യം ഏറ്റവും നന്നായി കൊണ്ടുപോകുവാൻ, നോമ്പിൻ്റെ ചൈതന്യത്തിലും കൃപയിലും വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രൈസ്റ്റ് ഇൻ യൂത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും വരെ സൈനിങ് ഓഫ്.